നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് മണ്ഡലതല പ്രവേശനോത്സവം പുതുക്കാട് GVHS സ്കൂളിൽ നടന്നു. ഒന്നിച്ചു പിറന്നവർക്ക് ഇനി ഒറ്റ കുടക്കീഴിൽ കളിയും ചിരിയും പഠനവുമായി ഒന്നിച്ചു പോകാം. നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ ഷെഡിലേക്ക് ഇടിച്ചു കയറി അപകടം. ഗതാഗതക്കുരുക്ക് രൂക്ഷം. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ബസ് ഷെൽട്ടർ പൊളിച്ചുമാറ്റി. GLPS കുറ്റിച്ചിറ ഉപജില്ലാ ബ്ലോക്ക് തല പ്രവേശനോത്സവം ഒന്നിച്ച് ഒന്നായി ഒന്നാവാം നടത്തി. ഒരു പ്രസവത്തിൽ ജനിച്ച 3 കുട്ടികൾ ഒരുമിച്ച് സ്കൂളിലേക്ക്. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ വായനശാലയിലേക്കും സ്വാഗതം ചെയ്യുകയാണ് അന്നനാട് ഗ്രാമീണ വായനശാല. കാരക്കുളത്ത് നാട് റെസിഡൻസ് അസോസിയേഷന്റെ 2ാം വാർഷികാഘോഷവും ചാലക്കുടിയുടെ നഗരപിതാവിന് സ്വീകരണവും ആദരവ് 2025 നടത്തി. ചാലക്കുടി നഗരസഭ ഏറ്റെടുത്ത മലയാംപറമ്പ് IMRLP സ്കൂളിൽ നഗരസഭാതല പ്രവേശനോത്സവം നടത്തി. ചാലക്കുടി KPMS ചാലക്കുടി ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പുതുക്കാട് മണ്ഡലതല പ്രവേശനോത്സവം പുതുക്കാട് GVHS സ്കൂളിൽ നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നവാഗതരെ സ്വീകരിക്കൽ, വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം, സ്റ്റീൽ ബോട്ടിലിന്റെ വിതരണോദ്ഘാടനം എന്നിവ ചടങ്ങിൽ നടത്തി. LSS സ്കോളർഷിപ്പ് ജേതാവ് KM അനീഷ്മയ്ക്ക് ഉപഹാരം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, TP വിനയൻ, SMC ചെയർമാൻ KR രാകേഷ് കുമാർ, പുതുക്കാട് SI സുധീഷ്, VHSE പ്രിൻസിപ്പാൾ CK ബിന്ദു, PTA പ്രസിഡന്റ് CT ജോസഫ്, MPTA പ്രസിഡന്റ് സിനി വിശ്വനാഥൻ, വർഗീസ് തെക്കേത്തല എന്നിവർ സംസാരിച്ചു. ജൂൺ മാസം 2-ാം തീയതി സ്കൂൾ തല പ്രവേശനോത്സവങ്ങൾ സ്കൂളുകൾ ഈ വർഷത്തെ പ്രവർത്തനം ആരംഭിക്കുന്ന ദിനമെന്ന നിലയിൽ ജൂൺ 2 പ്രവേശനോത്സവങ്ങൾ എല്ലാ സ്കൂളുകളിലും നടക്കുകയാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്നു. ഒന്നിച്ചു പിറന്നവർക്ക് ഇനി ഒറ്റ കുടക്കീഴിൽ കളിയും ചിരിയും പഠനവുമായി ഒന്നിച്ചു പോകാം. 4ാം പിറന്നാൾ ദിനത്തിലാണ് അറിവിന്റെ ആദ്യാക്ഷരം തേടി മൂവർ സംഘം വിദ്യാലയത്തിലെത്തിയത്. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പള്ളിക്ക് സമീപം താമസിക്കുന്ന ചിറയത്ത് സിജോയുടെയും ബെൻസിയുടെയും 3 മക്കളാണ് ബെന്നറ്റ്, ജോഹാൻ, ജെയ്സ് എന്നിവർ. 1 ജൂൺ 2-നായിരുന്നു 3 പേരുടെയും ജനനം. ബെൻസിക്ക് ഒറ്റ പ്രസവത്തിൽ പിറന്ന ഈ മൂവർ സംഘം 4 വയസ്സായതോടെ LKGയിൽ പ്രവേശനം നേടി. പുതിയ യൂണിഫോം ധരിച്ച് പുത്തൻ ബാഗും കുടയുമായി പുഞ്ചിരിച്ചും കൈകൊട്ടിയും ഏറെ ആഹ്ലാദത്തോടെ മൂവരും ഒന്നിച്ച് പാടൂർ വാണിവിലാസം സ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തു. സിജോ ഒമാനിൽ കപ്പലിൽ ജീവനക്കാരനാണ്. ഭാര്യ ബെൻസി നാട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നു. നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ ഷെഡിലേക്ക് ഇടിച്ചു കയറി അപകടം. 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളത്ത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷം. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ബസ് ഷെൽട്ടർ പൊളിച്ചുമാറ്റി. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ആനമല ജംഗ്ഷനിൽ നിന്നും ട്രാംവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നഗരസഭ നീക്കം ചെയ്തു. ദേശീയപാത ട്രാംവേ റോഡിൽ അടിപ്പാത വന്നതോടെ ഇതുവഴിയുള്ള വാഹനങ്ങൾ വർദ്ധിക്കുകയും ആനമല ജംഗ്ഷനിൽ വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയും പതിവായിരുന്നു.
ട്രാംവേ റോഡ് ആനമല ജംഗ്ഷനിൽ എത്തുന്ന ഭാഗത്ത് റോഡിന്റെ പകുതിയോളം വീതിയിൽ ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരുന്നു. നോർത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറാതെ ആളുകളെ കയറ്റുന്നതിനുള്ള സൗകര്യത്തിനാണ് ഇവിടെ ബസ് ഷെൽട്ടർ നിർമ്മിച്ചത്. നേരത്തെ ഇതിന് തൊട്ട് തെക്ക് ഭാഗത്ത് മുസ്ലിം പള്ളിക്ക് സമീപമായിരുന്നു ഈ സ്റ്റോപ്പ്. ഈ ജംഗ്ഷനിൽ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് ബസ് ഷെൽട്ടർ വലിയ തടസ്സം ഉണ്ടാക്കുന്നതായി മനസ്സിലാക്കിയതോടെ ഷെൽട്ടർ പൊളിച്ചുമാറ്റാൻ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു. സ്കൂൾ തുറക്കുന്നതോടെ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഷെൽട്ടർ പൊളിച്ചുമാറ്റിയത്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ബസ്സുകൾ മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ ബസ്സുകൾ നിർത്തും. ബസ് സ്റ്റോപ്പ് നീക്കിയ ഭാഗത്ത് വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചു. ഇവിടെ പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചു. GLPS കുറ്റിച്ചിറ ഉപജില്ലാ ബ്ലോക്ക് തല പ്രവേശനോത്സവം ഒന്നിച്ച് ഒന്നായി ഒന്നാവാം നടത്തി. രാവിലെ നടന്ന പരിപാടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ലിജോ ജോൺ, വാർഡ് മെമ്പർ ആശ രാഗേഷ്, ചാലക്കുടി AEO നിഷ PB, കോമഡി ഉത്സവം ഫെയിം മുരളി ചാലക്കുടി, ഹെഡ്മിസ്ട്രസ് സ്മിത മാനുവൽ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ലിജോ ജോൺ LSS കുട്ടികൾക്ക് അനുമോദനം നൽകി. പ്രവേശനോത്സവം നടക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ പുത്തനുടുപ്പും പുത്തൻ ബാഗും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഒരു പ്രസവത്തിൽ ജനിച്ച 3 കുട്ടികൾ ഒരുമിച്ച് സ്കൂളിലേക്ക്. പുറനാട്ടുകര പ്രവീൺ കുമാർ അർച്ചന ദമ്പതികളുടെ മക്കളായ ആരാധന, അനുഗ്രഹ, അനന്യ എന്നിവരാണ് ഒരുമിച്ച് 1ാം ക്ലാസ്സിലെത്തിയത്. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിൽ 1ാം ക്ലാസ്സിൽ പ്രവേശിച്ച കുരുന്നുകളെ അധ്യാപകർ സ്വീകരിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ വായനശാലയിലേക്കും സ്വാഗതം ചെയ്യുകയാണ് അന്നനാട് ഗ്രാമീണ വായനശാല. 20,000-ലധികം പുസ്തകങ്ങളും കമ്പ്യൂട്ടർ, പ്രൊജക്ടർ അടക്കം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വായനശാല ഹാളുമടക്കം മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാലവേദി വിഭാഗത്തിലേക്ക് അംഗത്വമെടുക്കാൻ കുട്ടികളെ ക്ഷണിക്കുകയാണ് വായനശാല പ്രവർത്തകർ. 2000-ലധികം ബാലസാഹിത്യ കൃതികളുടെ ശേഖരം തന്നെ കുട്ടികൾക്കായി മാറ്റിവച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷം കൂടുതൽ ബാലസാഹിത്യ കൃതികളും ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുത്തി പുസ്തക ശേഖരം വർദ്ധിപ്പിക്കുവാൻ വായനശാല ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ ട്യൂഷൻ ക്ലാസുകൾ, മത്സര പരീക്ഷാ പരിശീലനം, പഠനയാത്രകൾ, മലയാള ഭാഷാ പരിശീലനം, സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള പരിശീലനം, മികച്ച റഫറൻസ് ബുക്കുകൾ വായിക്കുവാനും പഠിക്കുവാനുമുള്ള അവസരമെല്ലാം വായനശാല ഒരുക്കുന്നുണ്ട്. കാരക്കുളത്ത് നാട് റെസിഡൻസ് അസോസിയേഷന്റെ 2ാം വാർഷികാഘോഷവും ചാലക്കുടിയുടെ നഗരപിതാവിന് സ്വീകരണവും ആദരവ് 2025 നടത്തി. മഠത്തിപ്പറമ്പിൽ ശ്രീഭഗവതി ക്ഷേത്ര ഹാളിൽ വച്ച് നടത്തിയ പരിപാടി ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ കാരക്കുളം അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിഗത മികവ് പുലർത്തിയവരെയും മികച്ച മാതൃകാ കർഷകരെയും വാർഷിക സമ്മേളനത്തിൽ ആദരിച്ചു. സെക്രട്ടറി സോനസ് സുന്ദർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ റൈസൻ PR വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വാർഡ് കൌൺസിലർ KP ബാലൻ, വൈസ് പ്രസിഡന്റ് സുമി സുധീഷ്, MG അനിൽ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി നഗരസഭ ഏറ്റെടുത്ത മലയാംപറമ്പ് IMRLP സ്കൂളിൽ നഗരസഭതല പ്രവേശനോത്സവം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ KV പോൾ, MM അനിൽകുമാർ, പ്രീതി ബാബു, കൌൺസിലർമാരായ VO പൈലപ്പൻ, സുധാ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യക്ഷ ശ്രീദേവി ചേച്ചി സംസാരിക്കും.
ചാലക്കുടി KPMS ചാലക്കുടി ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിയനിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് രമേശ് പാലക്കാടൻ അധ്യക്ഷനായി. മുനിസിപ്പൽ കൌൺസിലർ VJ ജോജി മുഖ്യാതിഥിയായി. യോഗത്തിൽ രാജേഷ് കങ്ങാടൻ, ജില്ലാ സെക്രട്ടറി CV ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം PO ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു ഉണ്ണികൃഷ്ണൻ, ഏരിയ ട്രഷറർ സുജാത ശിവരാമൻ, സുബ്രൻ, സജീവൻ അരിയാമ്പുറം എന്നിവർ പങ്കെടുത്തു. ശ്രീ VJ ജോജി, KPMSന്റെ ജില്ലാ സെക്രട്ടറി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 30 രൂപ കൂടി ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് മണ്ഡലതല പ്രവേശനോത്സവം പുതുക്കാട് GVHS സ്കൂളിൽ നടന്നു. ഒന്നിച്ചു പിറന്നവർക്ക് ഇനി ഒറ്റ കുടക്കീഴിൽ കളിയും ചിരിയും പഠനവുമായി ഒന്നിച്ചു പോകാം. നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ ഷെഡിലേക്ക് ഇടിച്ചു കയറി അപകടം. ഗതാഗതക്കുരുക്ക് രൂക്ഷം. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ ബസ് ഷെൽട്ടർ പൊളിച്ചുമാറ്റി. GLPS കുറ്റിച്ചിറ ഉപജില്ലാ ബ്ലോക്ക് തല പ്രവേശനോത്സവം ഒന്നിച്ച് ഒന്നായി ഒന്നാവാം നടത്തി. ഒരു പ്രസവത്തിൽ ജനിച്ച 3 കുട്ടികൾ ഒരുമിച്ച് സ്കൂളിലേക്ക്. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ വായനശാലയിലേക്കും സ്വാഗതം ചെയ്യുകയാണ് അന്നനാട് ഗ്രാമീണ വായനശാല. കാരക്കുളത്ത് നാട് റെസിഡൻസ് അസോസിയേഷന്റെ 2ാം വാർഷികാഘോഷവും ചാലക്കുടിയുടെ നഗരപിതാവിന് സ്വീകരണവും ആദരവ് 2025 നടത്തി. ചാലക്കുടി നഗരസഭ ഏറ്റെടുത്ത മലയാംപറമ്പ് IMRLP സ്കൂളിൽ നഗരസഭാതല പ്രവേശനോത്സവം നടത്തി. ചാലക്കുടി KPMS ചാലക്കുടി ഏരിയ യൂണിയന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.